കാറ്റത്ത് കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഹരീഷ് റോഡിൽ നിർത്തിയ ഒരു കസ്റ്റമറുടെ വണ്ടി റെഡിയാക്കി പറഞ്ഞയക്കുമ്പോഴാണ് നീതു അങ്ങോട്ട് നടന്നു വരുന്നത് കാണുന്നത്. അവളെ കണ്ടതിൻ്റെ സന്തോഷത്തിൽ അവൻ ഷോപ്പിലേക്ക് കയറി പോകുമ്പോഴേക്കും ടിറ്റോ പറയുന്നുണ്ട്, അപ്പോൾ അതാണ് കാര്യം. എടാ ചന്തുവേ എന്ന് വിളിക്കേ. ടിറ്റോയെ ഷോ തുടങ്ങാറായി എന്ന് ചന്തുവും പറയുന്നുണ്ട്. അപ്പോഴേക്കും നീതുവും അങ്ങോട്ടെത്തുകയാ. നീതു എന്തൊക്കെയുണ്ട് വിശേഷമെന്ന് ടിറ്റോ ചോദിക്കേ. വിശേഷം പറയാനല്ല കാണിക്കാനാ പോകുന്നത് എന്ന് നീതു. ഹരീഷ് അവളെ മൈൻഡ് ചെയ്യാതെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ കരിയോയിലുണ്ടോ എന്നവൾ ചോദിക്കേ. ഉണ്ട്, ദേ ഇരിക്കണമെന്ന് പറഞ്ഞ് ചന്തു കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവൾ കരിയോയിലിന്റെ ബക്കറ്റ് എടുക്കുമ്പോഴേക്കും അയ്യോ എന്തിനാ ഇപ്പോൾ കരിയോയിലെന്ന് ടിറ്റോ ചോദിക്കുന്നുണ്ട്. ഒരാളുടെ തലയിൽ ഒഴിക്കാനാ എന്ന് ഹരീഷിനെ നോക്കിക്കൊണ്ട് നീതു പറയുകയാ. ടിറ്റോ അത് പിടിച്ചു വാങ്ങി അയ്യോ ചതിക്കല്ല പെങ്ങളെ, രാഷ്ട്രീയക്കാരുടെ തലയിൽ കരിയോയിൽ ഒഴിക്കുന്നത് കണ്ടിട്ടുണ്ട്, എക്സിന്റെ തലയിൽ ഒഴിക്കുന്നതാണോ ജെൻസി സ്റ്റൈല് എന്ന് ചോദിക്കുക. നീതുവും ഹരീഷിനെ നോക്കി പറയുക, ഓൺലൈൻ വന്ന ടൈപ്പിംഗ് എന്ന് കാണിക്കും, പക്ഷെ ഒരു മെസ്സേജും വരില്ല. അതുകൾക്ക് ടിറ്റോയും അങ്ങനെയാണോ, എന്നാ പിന്നെ കരിയോയിൽ ഒഴിക്കണം, ദാ പിടിച്ചോ എന്ന് പറഞ്ഞ് വീണ്ടും അവൾക്കത് കൊടുക്കുമ്പോഴേക്കും ഡാ ടിറ്റോ എന്ന് താക്കീതോടെ ഹരീഷും വിളിക്കുക. മറുപടി കൊടുക്കാത്തതിന്റെ കാരണം പറ ബ്രോ എന്ന് ചന്തുവും പറയുന്നുണ്ട്. ബ്രേക്കപ്പ് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയാ പിന്നെ ഞാൻ പിന്നെ മെസ്സേജ് അയക്കണോ എന്ന് ഹരീഷ് ചോദിക്കുക. റിലേഷൻഷിപ്പ് ആവുമ്പോൾ ഇടയ്ക്ക് ബ്രേക്കപ്പ് ഒക്കെ ഉണ്ടാവും എന്ന് വെച്ച് എന്നേക്കുമായി പിരിഞ്ഞു പോവാന്നാണോ എന്ന് നീതുവും ചോദിക്കുക. അപ്പൊ പോയില്ലല്ലേ എന്ന് ചന്തു ചോദിക്കേ. ഇല്ല. എന്താ നിങ്ങൾക്ക് എന്നെ പറഞ്ഞയക്കണോ എന്ന് നീതു. അയ്യോ വേണ്ട വേണ്ട എന്ന് ചന്തു പറയേ. പക്ഷെ മിണ്ടണമെങ്കിൽ ആർക്കാ മെസ്സേജ് അയച്ചെന്ന് പറയണം എന്ന് ഹരീഷിനെ നോക്കിക്കൊണ്ട് നീതു പറയുകയാ. അത് എന്റെ ഫ്രണ്ടിനാടാ ടിറ്റോ എന്ന് ഹരീഷ് ടിറ്റോയോടായി പറയേ. ഏത് ഫ്രണ്ടിനാണെന്ന് ചോദിക്ക് ടിറ്റോ എന്ന് നീതുവും. എന്റെ ഏറ്റവും പ്രിയപ്പെട്ട മറ്റൊരു ഫ്രണ്ടിനാണെന്ന് പറ ടിറ്റോ എന്ന് ഹരീഷ് പറയേ. ഏറ്റവും പ്രിയപ്പെട്ട ഫ്രണ്ടോ, നിന്നെ ഞാൻ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അവൾ അവിടെയെല്ലാം തിരഞ്ഞ് ഒരു സ്കൂട്ടറിന്റെ പാർട്സ് എടുത്ത് അവനെ ആക്രമിക്കാൻ തുടങ്ങുകയാ. ഞാൻ ആർക്കും മെസ്സേജ് അയച്ചില്ല എന്ന് പറഞ്ഞ് ടിറ്റോ അവളെ തടഞ്ഞു നിർത്തുകയാ. അവളുടെ കയ്യിൽ നിന്ന് അത് പിടിച്ചു വാങ്ങി താഴെ ഇട്ടുകൊണ്ട് എന്തു അടി ഇത് എന്ന് ഹരീഷ് ചോദിക്കേ. വേറാർക്കും അയച്ചില്ലെന്ന് ഉറപ്പല്ലേ എന്ന് നീതു. ഞാൻ നിനക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങിയതാ, പിന്നെ മടികൊണ്ട് അത് വേണ്ടെന്ന് വെച്ചു എന്ന് ഹരീഷും. എന്താ അയക്കാൻ തുടങ്ങിയേ എന്നവൾ ചിരിയോടെ ചോദിക്കേ. അത് എന്ന് പറഞ്ഞ് ഒരു പരുങ്ങലോടെ ടിറ്റോയെയും ചന്തുവിനെയും നോക്കുകയാ ഹരീഷ്. അത് ശ്രദ്ധിച്ച ടിറ്റോയും ചന്തുവേ ഒരു ചായ കുടിക്കാൻ പോയാലോ എന്ന് ചോദിക്കേ. പോവാമെന്ന് ചന്തുവും. അങ്ങനെ അവർക്കൊരു സ്പേസ് ഉണ്ടാക്കി കൊടുത്ത് അവർ രണ്ടുപേരും ചായ കുടിക്കാനായി പോവുകയാ. അവർ പോയി കഴിയുമ്പോഴേക്കും നീതു വീണ്ടും ചോദിക്കുന്നുണ്ട്, പറ എന്താ ടൈപ്പ് ചെയ്യാൻ തുടങ്ങിയേ എന്ന് ചോദിക്കേ. അത് എന്ന് പറഞ്ഞ് നാണത്തോടെ നിൽപ്പ ഹരീഷും. പറ എന്നവൾ വീണ്ടും നിർബന്ധിക്കേ. എന്താ ഇപ്പൊ അത് എന്ന് ഓർത്തെടുത്ത് വണ്ടിക്കുണ്ട് ഗിയർ, എനിക്കുണ്ട് ഫയർ, നമുക്കില്ല ഫിയർ എന്നവൻ പറയുന്നത് കേൾക്കെ നീതുവും പൊട്ടിച്ചിരിക്കുകയാ. ഹരീഷും ചമ്മലോടെ അവരാണ് പറഞ്ഞ് എന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. അവിടെ ഡൈനിങ് ഹാളിൽ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിപ്പ സുധീഷ്. അപ്പോഴാണ് നിധി അങ്ങോട്ട് വന്ന് സുധീഷേ എന്താ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുന്നത്. ഏയ് സുഭാഷ് ഏട്ടൻ തലവേദനയായിട്ട് കിടക്കണേ, നികേഷും ഹരീഷും കൂടി കടയിലേക്ക് പോയി. എന്തേ എന്നവൻ ചോദിക്കേ. ഒന്നുമില്ല, വെറുതെ ചോദിച്ചതാന്ന് നിധി. പിന്നീട് അവൻ അഭിമുഖമായി ചേറിട്ടിരിക്കുമ്പോഴേക്കും രഹസ്യമായി എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു എന്ന് സുധീഷും മനസ്സിൽ ചിന്തിക്കുമ്പോഴാണ് ഗോപി പോലീസിന് ഇയാൾ ഫോൺ ചെയ്തായിരുന്നോ എന്ന് നിധി ചോദിക്കുന്നത്. ഒരു ഞെട്ടലോടെ ഏത് ഗോപി പോലീസ് എന്ന് സുധീഷും. നിധി ദേഷ്യത്തോടെ നോക്കുമ്പോഴേക്കും ഓ ഗോപി പോലീസ്, അയാൾ എന്തിനാ എന്നെ വിളിക്കുന്നത്? എന്നെ വിളിച്ചൊന്നുമില്ല. എന്തേ എന്ന് സുധീഷ് ചോദിക്കേ. പക്ഷെ എന്നെ വിളിച്ചു എന്നവൾ ടെൻഷനോടെ പറയേ. ആണോ, എന്തിനു വിളിച്ചേ? ഇനി വീട്ടിൽ വല്ല പ്രശ്നവും ഉണ്ടായോ എന്ന് ചോദിക്കുക. അതൊന്നുമല്ല, അയാൾ എന്നെ ഇത് രണ്ടാമത്തെ തവണയാ വിളിക്കുന്നത്. മുൻപ് നമ്മൾ ഡിവോഴ്സിന് വേണ്ടി വക്കീലിനെ കണ്ടപ്പോൾ വിളിച്ചിരുന്നു. ഇപ്പോഴത്തെ ഡിവോഴ്സ് മൂവ് ചെയ്യാൻ നോക്കിയതും ഉടനെ കോൾ വന്നിരിക്കുന്നു. അതാ നിങ്ങൾക്ക് കോൾ വന്നതെന്ന് ഞാൻ ചോദിച്ചതെന്ന് നീതു പറയേ. ഇല്ല, എനിക്ക് കോൾ വന്നിട്ടില്ലല്ലോ. ഇനിയിപ്പോ ഞാൻ അറിയാതെയാണോ നോക്കട്ടെ എന്ന് പറഞ്ഞവൻ തന്റെ മൊബൈൽ എടുത്തു നോക്കി. ഇല്ല, കോൾ ഒന്നും വന്നിട്ടില്ല. അല്ല, വിളിച്ചിട്ട് അയാൾ എന്താ പറഞ്ഞെന്ന് ചോദിക്കുക. എന്തിനാ ഡിവോഴ്സ് ചെയ്യുന്നേ? അതൊന്നും വേണ്ടാന്ന്. ഒരു പോലീസുകാരൻ എന്തിനാ ഇതൊക്കെ ഫോളോ ചെയ്യുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നവൾ സംശയത്തോടെ പറയേ. ഇനി അതിന് പിന്നാലെ എങ്ങാനും പോവോ, കുടുങ്ങോ എന്ന് സുധീഷും മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് കല്യാണം നടന്നു എന്നുള്ളത് ശരിയാ, പക്ഷെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നെന്ന് അവരറിയണോ? എനിക്കതിൽ സംശയമുണ്ടെന്ന് നിധി പറയുന്നവൾക്ക് ഈശ്വര കുടുങ്ങി എന്ന് സുധീഷും മനസ്സിൽ ചിന്തിക്കുക. നമ്മൾ ഡിവോഴ്സ് മൂവ് ചെയ്യുന്ന കാര്യം അവരെങ്ങനെ അറിയുന്നേ? നിങ്ങളാണോ പറഞ്ഞത് എന്ന് സംശയത്തോടെ നിധി സുധീഷിനോടായി ചോദിക്കുന്നുണ്ട്. ഞാനോ? ഞാൻ എന്തിനാ പറയുന്നേ? പിന്നെ അയാൾ എന്നെ ചീത്ത വിളിക്കില്ലേ? ആവശ്യമില്ലാത്ത കാര്യം എങ്ങനെ ചെയ്യും എന്ന് സുധീഷ് നിഷ്കളങ്കതയോടെ പറയേ. പിന്നെ ആര് പറഞ്ഞു എന്ന് നിധിയും. അതൊരു പക്ഷേ കോടതിയിൽ നിന്ന് ഫോൺ ചെയ്ത് അറിയിച്ചതാണെങ്കിലോ എന്ന് സുധീഷ് ചോദിക്കേ. അങ്ങനെയൊന്നും പറയില്ല എന്നവളും. എന്നാ പിന്നെ വക്കീലെങ്ങാനും പറഞ്ഞു കാണും. ആദ്യത്തെ കേസിലും അങ്ങനെ തന്നെയാണല്ലോ ഉണ്ടായത്, ഇത്തവണയും അങ്ങനെ ആവുമെന്നേ
കോടതിയിലെ വക്കീലായിരിക്കും, ഉറപ്പാ എന്ന് സുധീഷ് പറയെ. ഉറപ്പാണോ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. എനിക്കെങ്ങനെയാ തോന്നുന്നത് കേട്ടോ എന്നവൻ പറയെ. എന്നാ പിന്നെ വക്കീലിനോട് തന്നെ ചോദിക്കാമെന്ന് പറഞ്ഞ് നിധി തന്റെ മൊബൈൽ എടുത്ത് വക്കീലിനെ വിളിക്കാൻ തുടങ്ങുമ്പോഴേക്കും, അല്ല എന്തിനാ ഈ നേരമായില്ലേ, വക്കീലൊക്കെ ഉറങ്ങിക്കാണുമെന്നേ എന്ന് പറഞ്ഞ് സുധീഷ് പിന്തിരിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും എന്നാലും സാരമില്ല എന്ന് പറഞ്ഞ് നിധി വക്കീലിന്റെ നമ്പർ ഡയൽ ചെയ്യുക. വേണ്ട, ചിലപ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കുമെന്ന് സുധീഷ് തടയുന്നുണ്ട്. ഇല്ല, റിങ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് നിധി വെയിറ്റ് ചെയ്തിരിക്കെ വക്കീൽ കോൾ എടുക്കുന്നില്ലെന്ന് നിധി പറയെ. പരിഭ്രമത്തോടെ അവളെ നോക്കിയിരിക്കുകയായിരുന്ന സുധീഷും ആശ്വാസത്തോടെ, ഞാൻ പറഞ്ഞില്ലേ ഉറങ്ങിക്കാണും എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് വക്കീൽ തിരിച്ചു വിളിക്കുന്നത്. അവൾ ആ കോൾ അറ്റൻഡ് ചെയ്ത്, ഹലോ മാം, ഞാൻ നിധിയാ എന്ന് പറയെ. മനസ്സിലായി, പറ നിധി എന്ന് വക്കീലും. ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി വിളിച്ചതാ എന്ന് നിധി പറയെ. ചോദിച്ചോളൂ എന്ന് വക്കീലും. പോലീസ് സ്റ്റേഷനിൽ വെച്ചാ ഞങ്ങളുടെ കല്യാണം നടന്നതെന്ന് പറഞ്ഞില്ലേ മാമങ്ങാനും ഡിവോഴ്സിന്റെ കാര്യം സ്റ്റേഷനിലേക്ക് വിളിച്ച് അറിയിച്ചിരുന്നോ എന്നവൾ ചോദിക്കേ. ഞാനോ, എന്തിനു ഞാൻ അവരോട് പറയണം എന്ന് വക്കീലും ചോദിക്കുന്നുണ്ട്. അല്ല, സ്റ്റേഷനിൽ വെച്ച് കല്യാണം നടന്നുകൊണ്ട് അങ്ങനെ വല്ല നിയമമോ മറ്റോ എന്ന് നിധി ചോദിക്കേ. ആരാ ഈ വിഡ്ഢിത്തമൊക്കെ പറഞ്ഞു തന്നത്? ഇപ്പോഴത്തെ കുട്ടികൾക്ക് അവർ പഠിക്കുന്ന വിഷയത്തിൽ മിടുക്കുണ്ടാവും, പക്ഷേ ലോക വിവരം വട്ടപൂജ്യ. ഡിവോഴ്സ് എന്താ ഒരാൾ ചെയ്യുന്ന ക്രിമിനൽ കുറ്റമാണോ പോലീസ് ഇടപെടാൻ? ഇതിൽ അവർക്ക് ഒരു റോളുമില്ലെന്ന് വക്കീൽ തീർത്തു പറയേ. ഓക്കെ മാം, ഐ എം സോറി ഫോർ ഡിസ്റ്റർബിംഗ് യു എന്നവൾ പറയേ. ഇറ്റ്സ് ഓക്കെ, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് വക്കീൽ കോൾ വെക്കുകയാണ്. കോൾ വെച്ചു കഴിഞ്ഞ് നിധി സുധീഷിനോടായി, കണ്ടില്ലേ വക്കീൽ അങ്ങനെ പറഞ്ഞിട്ടുമില്ല, അങ്ങനെ ഒരു നിയമവുമില്ല, എന്നാലും ആരാവും അത് പറഞ്ഞിട്ടുണ്ടാവുക എന്ന് സംശയത്തോടെ ചോദിക്കേ. അതാ ഞാനും ആലോചിക്കുന്നത്. അല്ല, ഇനി ഗോപി പോലീസിനെ വിളിച്ച് അന്വേഷിക്കണോ എന്ന് സുധീഷ് ചോദിക്കേ. എന്ന് വേഗം വിളിക്കുന്ന നിധിയും. ആകെ പെട്ടുപോയ സുധീഷും, എടാ സുധീഷേ, നിന്റെ കാര്യം എന്ന് മനസ്സിൽ ചിന്തിച്ച്, അല്ലെങ്കിൽ വേണ്ട, ഇത്ര നേരമായില്ലേ എന്ന് പറയേ. അത്ര വൈകിട്ടൊന്നുമില്ലല്ലോ എന്ന് നിധിയും. അല്ല, ഞാൻ നേരിൽ കണ്ടിട്ടേ നാളെ ചോദിച്ചോളാന്നേ, ആരാ ഇത് ചെയ്തതെന്ന് ഞാൻ നാളെ കണ്ടുപിടിക്കും. പോരെ, എനിക്ക് അത്യാവശ്യമായിട്ട് 1-2 കോൾ ചെയ്യാനുണ്ട്, ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോവുകയാണ്. അവൻ പോയി കഴിയുമ്പോഴേക്കും അവൾ ഗോപി സാറിനെ വിളിക്കുകയാ. ഹലോ ഗോപി സാറല്ലേ? സാറേ, ഞാൻ നിധിയാ. ഡിവോഴ്സ് നടത്തരുതെന്ന് പറഞ്ഞ് സാർ വിളിച്ചില്ലേ, എനിക്ക് സാറിനെ ഒന്ന് കാണണമായിരുന്നു. അതെയോ, ശരി വരാം, സ്റ്റേഷനിലേക്ക് വരാം. ശരി സാർ എന്ന് പറഞ്ഞ് അവൾ കോൾ വെക്കുകയാ. പിന്നീട് രാത്രി എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് സുധീഷ് ഡൈനിങ് ഹാളെല്ലാം അടിച്ചു വാരി വൃത്തിയാക്കുകയാ. പിന്നീട് അവൻ അവിടെ ഒരു സ്റ്റൂള് കൊണ്ടുവച്ച് അതിൽ 4 മെഴുകുതിരികൾ ഉറപ്പിച്ചു നിർത്തുകയാ. പിന്നീട് പോയി 2 കേക്കും കയ്യിൽ പിടിച്ച് ഒരു രാജമല്ലി വിടരുന്ന പോലെ എന്ന പാട്ടും പാടിക്കൊണ്ടുവന്ന് ഒരു കേക്ക് താഴേക്ക് വെച്ച് ഒരു കേക്ക് സ്റ്റൂളിലേക്ക് വെച്ച് ആ മെഴുകുതിരികൾ കത്തിക്കുകയാ. പിന്നീട് അവൻ എഴുന്നേറ്റ് നിന്ന് സന്തോഷത്തോടെ ഹാപ്പി ബർത്ത്ഡേ നിധി എന്ന് കേക്കിൽ എഴുതിയത് വായിച്ച് പിന്നീട് നിലത്തേക്ക് നോക്കി ഹാപ്പി ബർത്ത്ഡേ ഡിയർ നിധി, അച്ചുടാ ഉമ്മ എന്ന് പറഞ്ഞ് തന്റെ മൊബൈൽ എടുത്തു നോക്കി. അയ്യോ സമയമായല്ലോ, വിളിച്ചുണർത്താമെന്ന് പറഞ്ഞ് സുഭാഷേട്ടനെയും കൂട്ടരെയും വിളിച്ചുണർത്തുകയാണ്. സുഭാഷേട്ടാ എണീക്ക്, എടാ നികേഷ് ഹരീഷ് എണീക്കടാ, സുഭാഷേട്ടാ എണീക്ക് എന്ന് പറഞ്ഞവൻ വിളിക്കുന്നുണ്ടെങ്കിലും ആ സിമന്റ് ചാക്ക് അങ്ങോട്ട് ഇറക്കി വെക്കെന്ന് സുഭാഷും പറയുകയാ. സിമന്റ് ചാക്കൊക്കെ നമുക്ക് നാളെ ഇറക്കി വെക്കാമെന്നേ, എന്റെ സുഭാഷേട്ടാ ഒന്ന് എണീക്ക്, സുഭാഷേട്ടാ എണീക്ക് എന്ന് പറഞ്ഞവൻ വിളിക്കേ. എന്തടാ നേരം വെളുത്തോ എന്ന് സുഭാഷൻ ചോദിക്കുക. നേരം വെളുത്തു എഴുന്നേൽക്ക് എന്നവൻ വീണ്ടും വിളിക്കെ. എഴുന്നേൽക്കാം എന്ന് പറഞ്ഞ് കിടപ്പ സുഭാഷും. പിന്നീട് അവൻ നികേഷിന്റെയും ഹരീഷിന്റെയും അടുത്തേക്ക് ചെന്ന്, എടാ നികേഷ് ഹരീഷ് എണീക്കടാ എന്ന് പറഞ്ഞ് വിളിക്കെ. എന്തിനിങ്ങനെ ടോർച്ചർ ചെയ്യുന്ന സുധീഷേട്ടാ, ഉറങ്ങാനും സമ്മതിക്കില്ല എന്ന് നികേഷ് പറയുന്നുണ്ട്. എടാ ഒന്ന് എഴുന്നേൽക്കേ, എടാ മോനെ ഹരീഷേ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും അവരൊന്നും എഴുന്നേൽക്കാതെ കിടക്കുന്നത് കണ്ട് ഇവന്മാരെ എങ്ങനെ എഴുന്നേൽപ്പിക്കും എന്ന് ചിന്തിച്ചവൻ എഴുന്നേറ്റ് ചെന്ന് അവനിട്ടൊരു ചവിട്ട് വെച്ച് കൊടുക്കുമ്പോഴേക്കും ഹരീഷും ഞെട്ടിപ്പിഴഞ്ഞ് ആർപ്പ് വിളിയോടെ എഴുന്നേൽക്കുകയാ. ഒച്ച വെക്കില്ലേ എന്ന് പറഞ്ഞ് സുധീഷ് അവന്റെ വാപ്പൊത്തി പിടിക്കുമ്പോഴേക്കും എന്തിനാ എന്നെ ചവിട്ടിയെന്ന് ഹരീഷ് ചോദിക്കുന്നുണ്ട്. പറയാം, ഒച്ച വെക്കില്ലേ എന്നവൻ പറയെ. വേദനിക്കുന്നു എനിക്ക് എന്ന് ഹരീഷും. എടാ നീ ഉറങ്ങാതിരിക്കാൻ വേണ്ടിയല്ലേ മോനെ, അതുകൊണ്ടാ കേട്ടോ, ക്ഷമിച്ചേരെ എന്ന് സുധീഷ് അവനോടായി പറയെ. നികേഷും പറയുന്നുണ്ട്, എന്റെ സുധീഷേട്ടാ പാതി രാത്രിയായി, എനിക്ക് ഉറങ്ങണമെന്ന്. എടാ ആയിക്കോട്ടെ, അതിനു മുന്നേ നീ ഒന്ന് നോക്കിയേ, എടാ എണീറ്റൊന്ന് നോക്കടാ എന്നവൻ പറയെ. എല്ലാവരും എഴുന്നേറ്റിരുന്ന് നോക്കുമ്പോഴാണ് മുന്നിൽ കത്തിച്ചു വെച്ച മെഴുകുതിരിയും കേക്കും കാണുന്നത്. അതെ, ഇന്ന് 12 മണിയാവുമ്പോ നിധിയുടെ പിറന്നാളാ എന്ന് സുധീഷ് പറയെ. ഏടതിയുടെ പിറന്നാളോ എന്ന് നികേഷും സന്തോഷത്തോടെ ചോദിക്കുക. എടാ ഇന്ന് രാത്രി 12 മണിക്ക് അവളെ വിളിച്ചുണർത്തി നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും, ഓക്കെ എന്ന് സുധീഷ് ചോദിക്കേ. ഓക്കെ സെറ്റ്. അല്ല ഇതെങ്ങനെ സുധീഷേട്ടന് മനസ്സിലായി എന്ന് നികേഷ് ചോദിക്കുക. എന്താടാ ഇത് ഞാൻ പ്രേമിക്കുന്ന പെണ്ണിന്റെ പിറന്നാളല്ലേ, എനിക്കല്ലാതെ പിന്നെ വേറെ ആർക്കറിയാനല്ലേ എന്ന് സുധീഷ് പറയെ. പിറന്നാളായിട്ട് ഏട്ടത്തി ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ എന്ന് നികേഷും പറയുന്നുണ്ട്. എടാ അവളായിട്ട് പറഞ്ഞില്ലെങ്കിൽ എന്താ, നമുക്കായിട്ടൊരു സർപ്രൈസ് കൊടുക്കാലോ. എന്ന് പിന്നെ എല്ലാവരും എഴുന്നേൽക്ക്, 12 മണിയാവാറായി, പോയി മുഖം കഴുകിയിട്ട് വാ, എഴുന്നേൽക്കട ഹരീഷേ എന്ന് പറഞ്ഞ് അവനെ പിടിച്ചു പൊക്കിയെടുത്ത് പറഞ്ഞു വിടുന്നുണ്ട് സുധീഷ്. പിന്നീട് സുഭാഷ് ഏട്ടനെയും നികേഷിനെയും എഴുന്നേൽപ്പിച്ച് പറഞ്ഞു വിട്ട് അവർ കിടന്ന പായെല്ലാം ചുരുട്ടി വെക്കുകയാ സുധീഷ്. അപ്പോഴേക്കും സുഭാഷ് ഏട്ടനും കൂട്ടരും മുഖം കഴുകി എത്തുന്നുണ്ട്.
അവർ സന്തോഷത്തോടെ കേക്ക് നോക്കി നിൽക്കുമ്പോഴേക്കും എങ്ങനെയുണ്ട് എന്റെ സെറ്റപ്പ് എന്ന് സുധീഷ് നികേഷിനോടായി ചോദിക്കേ. കലക്കി. എന്നാലേ ഞാൻ പോയി എടുത്തി വിളിച്ചോണ്ട് വരാം എന്ന് പറഞ്ഞവൻ പോവാൻ തുടങ്ങുമ്പോഴേക്കും സുധീഷ് അവനെ പിടിച്ചു നിർത്തി. ഏയ് എവിടെ പോണ്? ഞാൻ പോയി വിളിച്ചോളാം. നീ ചെയ്താലേ നീയാണ് ഇതൊക്കെ ചെയ്തതെന്ന് അവള് വിചാരിക്കൂലേ എന്ന് സുധീഷ് പറയുമ്പോഴാണ് താഴെ ഇരിക്കുന്ന കേക്ക് കണ്ട് അല്ല ഇതെന്താ 2 കേക്ക് എന്ന് നികേഷ് ചോദിക്കുന്നത്. ഗുഡ് ക്വസ്റ്റ്യൻ. ഇത് നമുക്കെല്ലാവർക്കും കൂടിയുള്ള കേക്ക്. അത് നിധിക്ക് മാത്രമുള്ള സ്പെഷ്യൽ. എങ്ങനെയുണ്ട് എന്ന് സുധീഷ് പറയുന്നത് കേൾക്കെ ഹരീഷ് 2 കേക്കും മാറി മാറി ശ്രദ്ധിച്ചുകൊണ്ട് അതിലെഴുതിയത് വായിക്കുക. ഹാപ്പി ബർത്ത്ഡേ നിധി. ഹാപ്പി ബർത്ത്ഡേ ഡിയർ നിധി. സ്പെഷ്യൽ കേക്കിൽ ഒരു ഡിയർ എക്സ്ട്രാ എന്ന് ഹരീഷ് പറയേ. എന്നാ പിന്നെ മൈ ഡിയർ എന്ന് ചേർക്കായിരുന്നു എന്ന് നികേഷും. സുധീഷും നാണത്തോടെ വിചാരിച്ചു. പക്ഷേ എന്ന് പറഞ്ഞു നിൽക്കേ അതിനുള്ള ധൈര്യമില്ലാത്തോണ്ട് വേണ്ടെന്ന് വെച്ചൂലേ എന്ന് ഹരീഷും ചോദിക്കുക. ഈ സമയത്ത് പരിഹസിക്കാതടാ എന്ന് പറഞ്ഞേ. പിന്നെ അതിനകത്തുള്ള ഹാർട്ട് കണ്ടോ? അത് എന്റെ ലവിന്റെ അടയാളമാണെന്ന് അവൾക്ക് പിടികിട്ടും എന്നവൾ പറയേ. സമയമായി, വേഗം വിളിച്ചിട്ട് കേക്ക് മുറിക്കും, ഉറങ്ങണം എന്ന് പറഞ്ഞ് സുഭാഷ് ഏട്ടന്റെ തോളിൽ തല ചായച്ചു നിൽപ്പ ഹരീഷും. അവന്റെ തലയിൽ ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തേ എന്ന് സുധീഷ് ദേഷ്യത്തോടെ പറയേ. എനിക്ക് അങ്ങോട്ട് എന്ന് നികേഷും പറയുന്നുണ്ട്. എടാ സമയമായി, പോയി വിളിച്ചോണ്ട് വായെന്ന് സുഭാഷ് ഏട്ടനും പറയുന്നുണ്ട്. നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ പോയി വിളിക്കാമെന്ന് പറഞ്ഞ് സുധീഷ് പോവാൻ തുടങ്ങുമ്പോഴേക്കും സുഭാഷ് ഏട്ടൻ തടഞ്ഞ് നിൽക്ക്, നീ പോയി വിളിച്ച പ്രശ്നമാവും, അന്നത്തെ കാര്യം ഓർമ്മയില്ലേ, ഞാൻ വിളിച്ചോളാം എന്ന് പറയുക. അത് കേൾക്കെ സുധീഷും സുഭാഷ് ഏട്ടാ ഇതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാന്നേ, എനിക്കൊന്ന് വിട്ടുതാ എന്ന് പറയേ. ശരി ചെല്ലെന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിടുകയാ സുഭാഷ്. സുധീഷും നിധിയുടെ റൂമിന്റെ ഡോറിൽ ചെന്ന് തട്ടി വിളിച്ചുകൊണ്ട് നിധി നിധി എന്ന് വിളിക്കേ. എന്താ ഈ നേരത്ത് എന്ന് നിധിയും വിളിച്ചു ചോദിക്കുന്നുണ്ട്. ഒന്ന് വാതിൽ തുറക്കോ എന്ന് സുധീഷ് വിളിച്ചു ചോദിക്കേ. നിധി വന്ന് ഡോർ തുറന്ന് ഉറക്കച്ചടവോടെ നിന്ന് എന്താ എന്ന് ചോദിക്കേ. സുധീഷ് പുറകിൽ ഒളിപ്പിച്ചു വെച്ച ബൊക്കെ മുന്നിലേക്ക് പിടിച്ച് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുക. അത് കണ്ടവൾ അമ്പരപ്പോടെയും സന്തോഷത്തോടെയും നോക്കി ചിരിക്കെ സുധീഷ് അത് നീട്ടുകയാ. അവളും ആ ബൊക്കെ സന്തോഷത്തോടെ വാങ്ങി താങ്ക് യു പറഞ്ഞ് സുധീഷിന് എങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കുന്നുണ്ട്. അതൊക്കെ എനിക്കറിയാം, വാ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങ് എന്നവൻ പറയുന്നത് കേൾക്കെ അവൾ സംശയത്തോടെ നോക്കി നിൽപ്പ. ആ വാടോ എന്ന് പറഞ്ഞ് അവൾ വിളിക്കേ. അവൾ അവന്റെ കൂടെ ഹാളിലേക്ക് നടക്കുകയാ. അവൾ കേക്കിനടുത്തേക്ക് എത്തുമ്പോഴേക്കും അവരെല്ലാവരും ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് വിഷ് ചെയ്തുകൊണ്ട് കൈയടിച്ചുകൊണ്ട് അവളെ സ്വീകരിക്കുക. അവൾ സന്തോഷത്തോടെ ചിരിയോടെ നിൽക്കെ അപ്പം മോളെ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് സുഭാഷ് ഏട്ടൻ ഷെയ്ക്ക് ഹാൻഡ് നൽകുന്നുണ്ട്. ഹാപ്പി ബർത്ത്ഡേ എടത്തി എന്ന് പറഞ്ഞ് ഹരീഷും എടത്തി മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ എന്ന് പറഞ്ഞ് നികേഷും വിഷ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും സന്തോഷത്തോടെ താങ്ക്സ് പറയുമ്പോഴാണ് 2 കേക്കുകളും നിധി ശ്രദ്ധിക്കുന്നത്. ഇതെന്താ 2 കേക്ക് എന്ന് നിധി സംശയത്തോടെ ചോദിക്കേ. നിധിക്ക് വേണ്ടി ഞാൻ മേടിച്ചതാ, ഈ കേക്ക് എല്ലാവർക്കും വേണ്ടി എന്ന് മുകളിൽ വെച്ച കേക്ക് ചൂണ്ടി പറഞ്ഞ് താഴെ വെച്ച കേക്ക് നോക്കി അത് നിധിക്ക് വേണ്ടി ഞാൻ പ്രത്യേകം വാങ്ങിച്ചതാ, ഇത് മുഴുവൻ നിധി ഒറ്റയ്ക്ക് കഴിച്ചോളൂ കേട്ടോ എന്ന് സുധീഷ് പറയേ. ഇത് മുഴുവനോ? അതെങ്ങനെ എന്ന് നിധിയും. അത് കേൾക്കെ ഇവൻ വട്ടായോ എന്ന് സുഭാഷ് ഏട്ടനും ചോദിക്കുന്നു. അതൊക്കെ പറ്റും, ഒരു ചെറിയ കേക്കല്ലേ നിധി, നിധി ഇങ്ങനെ വണ്ണം വെക്കട്ടെ എന്ന് സുധീഷും പറയുക. ചെറിയ കേക്കോ എടുത്തി കട്ട് ചെയ്യാം എന്ന് നികേഷ് പറയേ. സുധീഷ് നിധിയുടെ കയ്യിൽ നിന്ന് ആ ബൊക്കെയെല്ലാം വാങ്ങിവെച്ച് സന്തോഷത്തോടെ കേക്ക് മുറിക്കാനായി പറയുക. എല്ലാവരുടെയും ഹാപ്പി ബർത്ത്ഡേ സോങ്ങിനൊപ്പം അവളും മെഴുകുതിരി ഊതിക്കെടുത്തി സന്തോഷത്തോടെ കേക്ക് കട്ട് ചെയ്യുകയാ. പിന്നീട് ഒരു കേക്ക് പീസ് എടുത്ത് സുധീഷിന് നേരെ നീട്ടുമ്പോഴേക്കും അവൻ വാ തുറന്നു ചെല്ലുന്നുണ്ടെങ്കിലും അവൾ അതവന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുക. അത് കണ്ട് ഹരീഷും വാ പൊത്തിച്ചിരിക്കുകയാ. പിന്നീട് അവൾ വേറൊരു പീസ് എടുത്ത് നികേഷിന് കൊടുക്കാനായി തുടങ്ങുമ്പോഴേക്കും തന്നോളൂന്ന് പറഞ്ഞ് അവൻ കൈ നീട്ടുന്നുണ്ടെങ്കിലും അവൾ ആ കേക്ക് അവന്റെ വായിലേക്ക് വെച്ച് കൊടുക്കുക. അത് കണ്ട് ഹരീഷ് വീണ്ടും സുധീഷിനെ നോക്കി പൊട്ടിച്ചിരിക്കുന്നുണ്ട്. സുഭാഷ് ഏട്ടനും ചിരി അടക്കാൻ കഴിയാതെ നിൽപ്പാ. പിന്നീട് അവൾ സുഭാഷ് ഏട്ടനൊരു കേക്ക് പീസ് കൊടുക്കെ അവൻ അവളുടെ വായിലേക്കും വെച്ചു കൊടുക്കുക. പിന്നീട് അവൾ ഹരീഷിനും കൊടുത്തു കഴിയുമ്പോഴേക്കും സുധീഷ് ഒരു പീസ് കേക്കെടുത്ത് നിധിയെന്ന് വിളിച്ച് അവളുടെ വായിലേക്ക് വെച്ചു കൊടുക്കാനായി നിൽക്കുന്നുണ്ടെങ്കിലും അവൾ അത് ശ്രദ്ധിക്കാതെ ഇതൊക്കെ എപ്പോ വാങ്ങിയെന്ന് സുഭാഷ് ഏട്ടനോടായി ചോദിക്കുന്നുണ്ട്. സുധീഷിന്റെ നിൽപ്പ് കണ്ട് നികേഷ് ചിരിക്കുമ്പോഴേക്കും സുധീഷ് അത് അവന്റെ വായിലേക്ക് വെച്ചു കൊടുക്കുക. അറിയില്ല, ഞങ്ങൾ ഉറങ്ങിക്കിടന്നപ്പോഴെപ്പോഴോ വാങ്ങിയതാ എന്ന് സുഭാഷ് ഏട്ടനും പറയുന്നു. സുധീഷും പറയുക നിധി നേരത്തെ വാങ്ങിച്ച് അകത്ത് വെച്ചിരുന്നതാ, കുറച്ചു മുമ്പ് പോയി എടുത്തു വന്നു കഴിക്കെന്ന് പറഞ്ഞ് സുഭാഷ് വീണ്ടും കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും അച്ഛനും എഴുന്നേറ്റ് അങ്ങോട്ട് വന്ന് എന്താടാ ബഹളവും പാട്ടുമൊക്കെ, രാത്രി എന്താ ആർക്കും ഉറക്കമൊന്നുമില്ലേ എന്ന് ചോദിക്കേ. നിധിയും പറയുന്നുണ്ട് ഇന്നെന്റെ പിറന്നാളാ, ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്തതാ എന്ന് നിധിയും സന്തോഷത്തോടെ പറയുന്നുണ്ട്. അതുകൾക്ക് ഭാസ്കരനും ഇന്ന് പിറന്നാളാണോ
എന്നൊരു പാട്ട് പാടിത്തരട്ടെ എന്ന് ചോദിക്കെ ആ ആയിക്കോട്ടെ എന്ന് നിധിയും. അത് കേൾക്കെ അച്ഛനും സന്തോഷത്തോടെ കൈയടിച്ചുകൊണ്ട് കുഞ്ഞുവാവയ്ക്ക് ഇന്നല്ലോ നല്ല നാള് പിറന്നാള് എന്ന പാട്ട് പാടുകയാണ്. വാങ്ങിവെച്ച ധാരാണി തല്ലിപ്പൊളി ക്രീം കേക്ക് എന്ന വരി കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിക്കുക. സുധീഷും ദേഷ്യത്തോടെ ഇയാൾ ഇന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു നിൽപ്പാ. ബർത്ത്ഡേ അല്ലേടാ, ഒരു ഫണ്ണൊക്കെ വേണ്ടേ എന്നച്ഛനും ചിരിയോടെ ചോദിക്കെ ചിരിയോടെ അച്ഛനെ നോക്കി നിൽക്കുന്ന നിധിയെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. സുധീഷ് ബർത്ത്ഡേ ഗിഫ്റ്റായി നിധിക്ക് ഒരു സാരി കൊടുക്കുന്നതും അവൾ സന്തോഷത്തോടു കൂടി ആ സാരി ഉടുത്ത് വന്നേ താനിന്ന് ഓഫീസിൽ പോകുന്നതും ഈ സാരി ഉടുത്താണെന്ന് പറയുന്നതും മതിമറന്ന് സന്തോഷത്തോടെ സുധീഷ് ഡാൻസ് ചെയ്യുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.